ഹലോ, വെൽക്കം ടു അജി കിച്ചൻ. ഇന്ന് ഞാനൊരു കിഴങ്ങ് കറി കിഴങ്ങും ക്യാരറ്റും വെളുത്തുള്ളിയും കൊണ്ടൊരു കറി ഉണ്ടാക്കുകയാണ്. അതിന് വേണ്ടിയിട്ട് 3 വലിയ കിഴങ്ങ് അരിഞ്ഞ് കഴുകി എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ 2 ക്യാരറ്റും അതും റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഒരുവിധം 3 പൂണ്ട് വെളുത്തുള്ളിയേ. ഈ എണ്ണം നോക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു 10, 35, 40 എണ്ണം വരും. ചെറിയ ഉള്ളി എടുത്ത് വെച്ചിട്ടുണ്ട്. അന്ന് നമുക്ക് തുടങ്ങാം. സ്റ്റൗ ഓണാക്കാം. ഒരു കടായി എടുത്ത് വെച്ചിട്ടുണ്ട്. പാത്രം ചൂടാവട്ടെ. ഈ ചൂടായ പാത്രത്തിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കേ. മതിയേ. ഏകദേശം ഒരു 3 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ വേണേ. എണ്ണയൊന്ന് ചൂടാവട്ടെ. ഈ ചൂടായ എണ്ണയിലോട്ട് 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുത്തേ. അതിൻ്റെ കൂടെ ഇത്രയും പോലൊരു പട്ടയും ഇട്ട് കൊടുത്തേ. കടുകൊന്ന് പൊട്ടട്ടെ. അജി കിച്ചൻ സബ്സ്ക്രൈബ് ചെയ്യാത്തൊരു സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഫോളോ ചെയ്ത് ഷെയർ ചെയ്യാൻ മറക്കല്ലേ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്തവർക്ക് വളരെ നന്ദിയുണ്ട്. ഈ പൊട്ടിയ കടുകിലോട്ട് നമ്മളിപ്പോൾ എടുത്ത് വെച്ചേക്കുന്ന വെളുത്തുള്ളിയില്ലേ അതിട്ട് കൊടുക്കാം. ഇതിനകത്തോട്ട് 2 തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കാം. വെളുത്തുള്ളി ഒന്ന് സോഫ്റ്റായി കിട്ടണേ. തീ ഒന്ന് കുറച്ച് കൊടുക്കാം. മതിയേ. ഇതിനകത്തോട്ട് ഈ ക്യാരറ്റ് ഇട്ട് കൊടുക്കാം. ഇത് നമുക്ക് തീരെ കുറച്ചിട്ട് ഒന്ന് കവർ ചെയ്ത് കൊടുക്കാം. ഇതൊന്ന് കവർ ചെയ്ത് കൊടുക്കാം. തീരെ കുറച്ചിരിക്കുകയാണ്. ഒരു 2-3 മിനിറ്റ് ഇങ്ങനെ ഇരിക്കട്ടെ, ചെറിയ തീയിൽ. നമ്മുടെ ക്യാരറ്റ് നോക്കേ. മതി. ഇനി ഇതിനകത്ത് നമ്മൾ അരിഞ്ഞു വെച്ചേക്കുന്ന കിഴങ്ങില്ലേ അതിട്ട് കൊടുക്കാം. ഇനി ഇതിലോട്ട് ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. ഇനി ആവശ്യമുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക. നല്ലൊരു മണം. വെളുത്തുള്ളിയൊക്കെ ഫ്രൈ ചെയ്ത് വരുമ്പോൾ ഉള്ളൊരു മണമില്ലേ, നല്ല മണം. അല്ലി ഇതിങ്ങനെ എന്നിട്ട് ഇതും നമുക്ക് ഒരു 2-3 മിനിറ്റ് കവർ ചെയ്ത് കൊടുക്കാം. തീ ഇത് മാത്രം മതി. ഇങ്ങനെ കിടക്കട്ടെ. നമ്മുടെ കിഴങ്ങും ക്യാരറ്റും വെന്തോന്ന് നോക്കേ. നമ്മുടെ കിഴങ്ങും ക്യാരറ്റും വെന്തോന്ന് നോക്കാം. ഞാൻ കിഴങ്ങും അതുപോലെ 3 മിനിറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നേ. പിന്നെ പല കിഴങ്ങും വേവ് കൂടിയും കുറഞ്ഞും ഒക്കെ നിൽക്കേ. ഇപ്പം എന്തായാലും വെന്ത് തുടങ്ങി. ഇനി ഇതിനകത്ത് നമുക്ക് എരിക്ക് ആവശ്യമുള്ള കുരുമുളക് പൊടി ഇട്ട് കൊടുക്കണേ.
ഞാനിപ്പോൾ ഇതിനകത്ത് 2 ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുത്തേ. ഈ ശക്കലം ഒന്ന് കൂട്ടെ. ഇനി ഇതിനകത്ത് 2 ഇടത്തരം തക്കാളി അടിച്ചതായത് അത് ഒഴിച്ചു കൊടുക്കുക. കുറച്ച് വെള്ളം ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്, ഇത് കുറച്ച് കൊടുക്കുക. ഇതൊന്ന് ഇളക്കി കൊടുക്കാം. തക്കാളിയുടെ ആ പച്ച ചൊവയൊന്ന് മാറണേ. തക്കാളി ഒന്ന് വഴന്ന് വരട്ടെ. ഓക്കെ, നമ്മുടെ തക്കാളിയെല്ലാം 1 മിനിറ്റ് മതിയേ ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കേ. ഇനി ഇതൊന്ന് കവർ ചെയ്ത് കൊടുക്കാം. തീ വെച്ച് കൂട്ടിയിട്ട് കൊടുക്കാം. ഇനി 2-3 മിനിറ്റ് ഇങ്ങനെ തിളക്കട്ടെ കിടന്നു. നമ്മുടെ കറി നോക്കേ, ഒരു 2 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇത് ഇനി ഇതിനകത്ത് 1 ടീസ്പൂൺ, ഇത് ഇച്ചിരി വലിയ സ്പൂണേ, ഒരു 1.5 ടീസ്പൂൺ വരും ഗരം മസാല ഇട്ട് കൊടുത്തേ. ഒന്നും കൂടെ ഒന്ന് കവർ ചെയ്ത് കൊടുക്കേ. 1-2 മിനിറ്റ് കൂടി ഇരിക്കട്ടെ. നമ്മളെ കറി നോക്കേ. എന്ത് മണവാ! ഒന്ന് ഇളക്കട്ടെ അതിൻ്റെ. ഓക്കെ, തെറിക്കുന്നു. ഇനി ഇതിലോട്ട് ഒരു 4 പച്ചമുളക് ഇട്ട് കൊടുത്ത് ഇതിനകത്ത് ഒരു ചെറിയൊരു കഷ്ണം ഇഞ്ചി അത് നീളത്തിലരിഞ്ഞത് ഇട്ട് കൊടുത്ത് ഇനി ഇതിലോട്ട് കുറച്ച് നല്ല ഫ്രഷ് മല്ലിയില വേണ്ടാത്തവർക്ക് ഇടണ്ട. അതിന് പകരം വെച്ച് കറിവേപ്പില ഇട്ട് കൊടുത്താൽ മതി. ഇതൊന്ന് കവർ ചെയ്ത് വെക്കാം. നമുക്ക് ഗ്യാസ് ഓഫാക്കാം. ഒരു 2-3 മിനിറ്റ് ഇങ്ങനെ കിടക്കട്ടെ. ഇതിന് ചട്ടിക്ക് നല്ല ഇരുമ്പ് ചട്ടിയല്ലേ, നല്ല ചൂടുണ്ട്. 2-3 മിനിറ്റ് കിടക്കട്ടെ. കറി നോക്കേ. ഇതൊരു ഓക്കെ 3-4 മിനിറ്റ് കഴിഞ്ഞു. കാര്യം ഇത് ഈ പാത്രം ആയണ്ട ചൂടായിട്ട് തന്നെ ഇരിക്കും. ഇനി ഞാനിതൊരു സെർവിങ് ബൗളിലോട്ട് മാറ്റാം. ഓക്കെ, എന്ത് നല്ല കറിയാണ് ഇത്. ചപ്പാത്തിക്കും ദോശയ്ക്കും എല്ലാത്തിനും പറ്റിയൊരു കറിയേ. കണ്ടില്ലേ, ഇതാണ് നമ്മളെ പെപ്പർ ഗാർലിക് കിഴങ്ങ് കറി. എന്താ അടിപൊളി കറിയാണ്, ചപ്പാത്തിക്ക് ബെസ്റ്റ് കറിയാണ്, നല്ല ടേസ്റ്റാണ്. ആ ഗാർലിക്കിൻ്റെ ആ കുത്തലൊന്നും വരത്തില്ല, കാര്യം നമ്മൾ ഫ്രൈ ചെയ്തല്ലേ എടുത്തത്. നല്ല ടേസ്റ്റുള്ള കറിയാണ്. പിന്നെ എരിക്ക് വേണ്ടിയിട്ട് കുരുമുളക് പൊടി ഇട്ടിട്ടുണ്ടേ, നമ്മൾ വീട്ടിൽ തന്നെ പൊടിക്കുന്ന പൊടിയല്ലേ, അപ്പോൾ അതിട്ടിട്ടുണ്ട്. അപ്പോൾ ഇതിന് എരിക്കനുസരിച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കിയിട്ട് എൻ്റെ ഫീഡ്ബാക്ക് പറയാൻ മറക്കല്ലേ. അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത ദിവസം